ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഷെഡ്യൂളിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് മൾട്ടി പ്രൊസസർ അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയൺമെന്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെഡ്യൂളിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി പ്രോസസർ എൻവയൺമെന്റിൽ, അതായത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ ഓരോ പ്രോസസ്സുകൾക്കും വർക്ക് ചെയ്യാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി പ്രോസസിംഗ് എൻവയൺമെന്റിൽ അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ വർക്കുകൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ പ്രോസസ്സറിൽ വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സുകൾക്കും പ്രോസസ്സർ നിശ്ചിത സമയം, അതായത് ഓരോ പ്രോസസ്സുകൾക്കും വർക്ക് ചെയ്യാനുള്ള സമയം അനുവദിച്ചു കൊടുക്കും. ഇങ്ങനെ പ്രോസസ്സർ ഓരോ പ്രോസസ്സുകൾക്കും വർക്ക് ചെയ്യാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. നമുക്കറിയാം ഷെഡ്യൂളിംഗ്, നമ്മൾ ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ കുറെ ടീമുകൾ ഉണ്ടാവും അതിൽ, അല്ലെ? കുറെ ടീമുകൾ വരുമ്പോൾ ആ ടീമുകളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഫിക്സ്ചർ ഇടുക. ഫിക്സ്ചർ ഇട്ടിട്ട് ആ ഫിക്സ്ചർ വെച്ചിട്ടാണ് അവിടെ കളി നടക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരേ സമയത്ത് പ്രോസസ്സറിൽ ഒന്നിൽ കൂടുതൽ ടീമുകൾ വരികയാണെന്ന് വെക്കുക. പ്രോസസ്സറാണ് കളി നടത്തുന്ന ആള്. അപ്പൊ അതില് ടീമുകൾ എന്ന് പറയുന്നത് ഓരോരോ പ്രോസസ്സുകളാണ്. അപ്പൊ ഈ പ്രോസസ്സുകൾ വരുമ്പോൾ കുറെ പ്രോസസ്സുകൾ ഒന്നിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഓരോ പ്രോസസ്സുകൾക്കും ടൈം കൊടുക്കുകയാണ്. ഒരു ഫിക്സ്ചർ പോലെ ഇന്ന ടൈമിൽ ഇന്ന പ്രോസസ്സിന് കളി, ഇന്ന ടൈമിൽ ഇന്ന പ്രോസസ്സിന് കളി എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രോസസ്സുകൾക്കും ഓരോ സമയം അനുവദിച്ചു കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ലോഡ് ചെയ്ത പ്രോസസ്സുകൾ സി പി യിലേക്ക് ഷെയർ ചെയ്യുന്നത് ടൈം മൾട്ടിപ്ലക്സിംഗ് ഉപയോഗിച്ചിട്ടാണ്. ലോഡ് ചെയ്ത പ്രോസസ്സുകൾ, ഒരു പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്തു, അതാണ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ സി പി യിനകത്ത് വർക്ക് ചെയ്യുക സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതാണ് ടൈം മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അവിടെ നോക്കാം നമുക്ക്. ഇൻ എ മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെവറൽ പ്രോസസ് വിൽ ബി കമ്പ്യൂട്ടിംഗ് ഫോർ ദ യൂസ് ഓഫ് പ്രോസസ്സേഴ്സ്. The operating system has the task of determining the optimum sequence and the time assigning process to the processor. This activity is called scheduling. Okay, പ്രോസസ്സർ ഓരോ പ്രോസസ്സുകൾക്കും വർക്ക് ചെയ്യാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇനി ഷെഡ്യൂളിംഗിന്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഗോൾസ് ഫോർ ഷെഡ്യൂളിംഗ്. എന്താണ് ഷെഡ്യൂളിംഗിന്റെ ലക്ഷ്യങ്ങൾ? അതായത് ഷെഡ്യൂളിംഗ് ഉപയോഗിച്ചാൽ അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, ഷെഡ്യൂളിംഗ് ഈസ് ഗുഡ് ഇനഫ് വിത്ത് ഫോളോയിങ് ക്രൈറ്റീരിയ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിൽ ഫോളോയിങ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂളിംഗിന്റെ ഗോൾ എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓർ എഫിഷ്യൻസിയാണ്. യൂട്ടിലൈസേഷൻ ഓർ എഫിഷ്യൻസി എന്ന് പറയും. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. അവിടെ പറയുന്നത് കീപ് ദ സി പി യു ബിസി 100% ഓഫ് ദി ടൈം വിത്ത് യൂസ്ഫുൾ വർക്ക്. സി പി യു 100% ഉപയോഗിക്കുക. അതാണ് യൂട്ടിലൈസേഷൻ ഓർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീപ് ദ സി പി യു ബിസി 100% ഓഫ് ദ ടൈം വിത്ത് യൂസ്ഫുൾ വർക്ക്. ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ആ വർക്ക് കഴിയുന്നത് വരെ 100% സി പി യു ഉപയോഗിക്കുക. ദെൻ ത്രൂപുട്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം വർക്കുകൾ ചെയ്യാം, അതാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമൈസ് നമ്പർ ഓഫ് വർക്ക്സ് പ്രൊസീഡ് പെർ ഹവർ. ഒരു മണിക്കൂറിൽ കൂടുതൽ വർക്കുകൾ ചെയ്യാം. ഓക്കെ, ഒരു മണിക്കൂറാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മണിക്കൂറിൽ എത്രത്തോളം വർക്കുകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വർക്കുകൾ ചെയ്തു തീർക്കുക. ഒന്നാമത്തത് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി യു 100% ഉപയോഗിക്കുക. വർക്ക് ചെയ്യുമ്പോൾ സി പി യു 100% ഉപയോഗിക്കുക. രണ്ടാമത്തേത് ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസ് നമ്പർ ഓഫ് വർക്ക്സ് പ്രോസസ്ഡ് പെർ ഹവർ.
ഒരു മണിക്കൂറിൽ ചെയ്യുക, എത്രത്തോളം വർക്കുകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വർക്കുകൾ ചെയ്യുക. മൂന്നാമത്തത് ടേൺ അറൗണ്ട് ടൈം, ഫ്രം ദ ടൈം ഓഫ് കംപ്ലീറ്റ് ദ വർക്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് വെച്ചാൽ അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഒരു വർക്ക് ഇപ്പോൾ 5 പ്രോസസ്സ് വന്നു, ഒരു പ്രോസസ്സ് 10 മിനിറ്റ് ആണെന്ന് വെച്ചാൽ അടുത്ത പ്രോസസ്സ് 5 മിനിറ്റ്, അടുത്ത പ്രോസസ്സ് 7 മിനിറ്റ്. അപ്പൊ ആ 7 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അത്, അല്ലെങ്കിൽ 7 മിനിറ്റ് എടുത്തിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ അടുത്തത് വെയിറ്റിംഗ് ടൈം ആണ്. സം ഓഫ് ടൈം സ്പെൻഡ് ഇൻ റെഡി ക്യൂ. ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സ് ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പൊ 5 പ്രോസസ്സ് വന്നു, അതിൽ ആദ്യത്തെ പ്രോസസ്സ് വർക്ക് ചെയ്യുമ്പോൾ ആ ബാക്കി 4 പ്രോസസ്സുകൾ എന്താണ് അവിടെ റെഡി ക്യൂവിൽ നിൽക്കുകയാണ്. റെഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന്റെ വർക്കിംഗ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യും. ഇവിടെ പറയുന്നത് സം ഓഫ് ടൈം സ്പെൻഡ് ഇൻ റെഡി ക്യൂ. റെഡി ക്യൂവില് എത്രത്തോളം ടൈം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. then അടുത്തത് റെസ്പോൺസ് ടൈം ആണ്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫ്രം സബ്മിറ്റ് ടിൽ ദ ഫസ്റ്റ് റെസ്പോൺസ് ടൈം. ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്ര ടൈം കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈം ഫോർ സബ്മിറ്റ് ടിൽ ദ ഫസ്റ്റ് റെസ്പോൺസ് ടൈം. ഫസ്റ്റ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്തത് ലാസ്റ്റ് ഫെയർനെസ് ആണ്. ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ഈച്ച് പ്രോസസ് ഗെറ്റ്സ് എ ഫെയർ ഷെയർ ഓഫ് CPU. ഓരോ പ്രോസസ്സുകളും CPU കറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന്, അതായത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഓരോ പ്രോസസ്സുകളും CPU കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് എന്ത് ഫെയർ ഷെയർ ഓഫ് CPU എന്ന് പറയുന്നത്. CPU കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒന്നുകൂടി പറയാണ്, ഗോൾസ് ഫോർ ഷെഡ്യൂളിംഗ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് SA ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അതിൽ 4 മാർക്കിന് വാട്ട് ആർ ദ ഗോൾസ് ഫോർ ഷെഡ്യൂളിംഗ് എന്ന് ചോദിക്കാറുണ്ട്. ഷെഡ്യൂളിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതില് ഷെഡ്യൂളിംഗിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി, അതായത് CPU 100% ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് ത്രൂപുട്ട്, ഒരു മണിക്കൂറിൽ എത്രത്തോളം വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. മൂന്നാമത്തത് ടേൺ അറൗണ്ട് ടൈം, ഫ്രം ദ ടൈം ഓഫ് കംപ്ലീറ്റ് ദ വർക്ക്. ഒരു വർക്ക് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ വെയിറ്റിംഗ് ടൈം, സം ഓഫ് ടൈം സ്പെൻഡിങ് റെഡി ക്യൂ. ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സ് റെഡി ക്യൂവിൽ നിൽക്കുമ്പോൾ എത്ര ടൈം അവിടെ റെഡി ക്യൂവിൽ ആ വർക്ക് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യും. വർക്ക് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പൊ സബ്മിറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ഫെയർനെസ്, ഓരോ പ്രോസസ്സുകളും CPU കറക്റ്റ് ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഫെയർനെസ് എന്ന് പറയുന്നത്. അപ്പൊ 6 ഗോൾസ് ആണ്: യൂട്ടിലൈസേഷൻ ഓഫ് എഫിഷ്യൻസി, ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം, ഫെയർനെസ്. ഓക്കെ. അടുത്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ചോദിക്കും എല്ലാ വർഷവും. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ എല്ലാ വർഷവും 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നോൺ പ്രീഎംപ്റ്റീവ് ആൻഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന്. നോൺ പ്രീഎംപ്റ്റീവ് ആൻഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. നമുക്കറിയാം MT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒഴിഞ്ഞ, ഒന്നുമില്ലാത്ത, MT ആയിട്ട് കിടക്കുക, ഒന്നുമില്ലാത്ത. അപ്പൊ ഇവിടെ പ്രീഎംപ്റ്റീവും നോൺ പ്രീഎംപ്റ്റീവ് ആണ്. അതിൽ ആദ്യം നോൺ പ്രീഎംപ്റ്റീവ് ആണ് പറയുന്നത്. നോൺ പ്രീഎംപ്റ്റീവ്, MT അല്ലാതെ കിടക്കുക, അതായത് അതിൽ പ്രോസസ്സുകൾ ഉണ്ട്, വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആദ്യത്തത് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഇൻ ദിസ് അൽഗോരിതം ഡിസൈൻ that once a process enters the running state, it is not removed from the processor until it has not completed its service time. നോൺ പ്രീഎംപ്റ്റീവ്, MT ആക്കില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്യാൻ വന്നു, ഒരു പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്യാൻ വന്നു, അതിന്റെ കംപ്ലീറ്റ് വർക്കിങ്ങും കഴിയാതെ അതിന്ന് ഒഴിവാക്കാതിരിക്കുക. അതാണ് നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സറിനകത്ത് റണ്ണിങ് സ്റ്റേറ്റിലാണ്, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റിമൂവ്ഡ് ഫ്രം ദ പ്രോസസർ യൂണിറ്റ് ഇറ്റ് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഇറ്റ്സ് സർവീസ് ടൈം. അതിന്റെ സർവീസ് ടൈം, ആ പ്രോസസ്സിന്റെ കംപ്ലീറ്റ് വർക്കിങ്ങും കഴിയുന്നത് വരെ അതിനെ പ്രോസസ്സറിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക. അതാണ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻ ദിസ് അൽഗോരിതം, ഈ അൽഗോരിതം അല്ലെങ്കിൽ ഇതനുസരിച്ച് ഒരു പ്രോസസ്സറിൽ റണ്ണിങ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അതിന്റെ മൊത്തം വർക്കിംഗ് കഴിയാതെ അതിനെ പ്രോസസ്സറിൽ നിന്ന് ഒഴിവാക്കില്ല. ഇതിനെയാണ് എന്ത് പറയുന്നത്? നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് അൽഗോരിതം വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പ്രയോറിറ്റി കമ്പ്യൂട്ടേഷൻ. ഇതില് മുൻഗണനാ ക്രമത്തിലാണ് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുക. അതാണ് പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഗണന. ഒരു സിനിമാ തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ടിക്കറ്റ് എടുത്ത ആളാവും ആദ്യം കയറുക, അല്ലെ? അതുപോലെ ഒരു ഡോക്ടറെ കൺസൾട്ടിങ്ങിന് പോവാണ്. ടോക്കൺ അനുസരിച്ചിട്ടാണ് കയറുന്നതെങ്കിൽ ആദ്യത്തെ ടോക്കൺ ആരാണോ അയാൾ ആദ്യം കയറും. then അടുത്ത ടോക്കൺ ആർക്കാണോ അയാൾ അങ്ങനെ കയറും. അതാണ് എന്ത്? പ്രയോറിറ്റി എന്ന് പറയുന്നത്. പ്രയോറിറ്റി, മുൻഗണന. അപ്പൊ ഇവിടെ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, നോൺ പ്രീഎംപ്റ്റീവ് യാതൊരു തരത്തിലുള്ള പ്രയോറിറ്റി ഇല്ല. ഒരു ഷെഡ്യൂൾ വർക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുഴുവൻ വർക്കും ചെയ്ത് കഴിയാതെ അതിനെ പ്രോസസ്സറിൽ നിന്ന് ഒഴിവാക്കില്ല. അതാണ് നോൺ പ്രീഎംപ്റ്റീവ്. ഇവിടെ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഗണനാ ക്രമത്തിൽ പ്രോസസ്സുകൾ വർക്ക് ചെയ്യും. ദ പ്രോസസ് വിത്ത് ദ ഹയർ പ്രയോറിറ്റി ഷുഡ് കറന്റ്ലി റൺ യൂസിംഗ് ദ പ്രോസസ്. ഏത് പ്രോസസ്സറിനാണോ കൂടുതൽ മുൻഗണന, അല്ലെങ്കിൽ ഏത് പ്രോസസ്സിനാണോ ഇപ്പൊ 5 പ്രോസസ്സുകൾ ഉണ്ട്, അതിൽ 5 പ്രോസസ്സിൽ മൂന്നാമത്തെ പ്രോസസ്സിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന വരുന്നത്, പ്രയോറിറ്റി വരുന്നത് വെച്ചാൽ ആ മൂന്നാമത്തെ പ്രോസസ്സാണ് ആദ്യം വർക്ക് ചെയ്യുക. ദെൻ അടുത്തത് രണ്ടാമത്തെ പ്രോസസ്സിനാണ് പിന്നെ മുൻഗണന വരുന്നത് വെച്ചാൽ ആ രണ്ടാമത്തെ പ്രോസസ്സ് വർക്ക് ചെയ്യും. ഇവിടെ പറയുന്നത് ദ പ്രോസസ് വിത്ത് ദ ഹയർ പ്രയോറിറ്റി ഷുഡ് കറന്റ്ലി യൂസിംഗ് ദ പ്രോസസ്സർ. ഏത് പ്രോസസ്സിനാണോ ഏറ്റവും കൂടുതൽ മുൻഗണന വരുന്നത് ആ പ്രോസസ്സാണ് ആദ്യം വർക്ക് ചെയ്യുക. ഇഫ് എ പ്രോസസ് യൂസിംഗ് ദ പ്രോസസർ ആൻഡ് എ ന്യൂ പ്രോസസ് വിത്ത് ഹയർ പ്രയോറിറ്റി എൻഡേഴ്സ്, ഇറ്റ് ഈസ് ദ റെഡി ലിസ്റ്റ്. ഒരു പ്രോസസ്സ് ഓൾറെഡി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള മുൻഗണനയുള്ള പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത മുൻഗണനയുള്ള പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? റെഡി ക്യൂവിൽ അല്ലെങ്കിൽ റെഡി ലിസ്റ്റിൽ വർക്ക് ചെയ്യും. ദെൻ ആ ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ള ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അത് വർക്ക് ചെയ്യും. ദ പ്രോസസ് ഓൺ ദി പ്രോസസർ റിമൂവ്ഡ് ആൻഡ് റിട്ടേൺ ടു ദി റെഡി ലിസ്റ്റ്. ദെൻ എന്താണ്? ആ പ്രോസസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്താണ്? റെഡി ലിസ്റ്റിലേക്ക് വരും. ഓക്കെ, അപ്പോ നോൺ പ്രീഎംപ്റ്റീവ് ആൻഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും 4 മാർക്കിന് ചോദിക്കും. എന്താണ്? വാട്ട് ഈസ് നോൺ പ്രീഎംപ്റ്റീവ് ആൻഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ നോൺ പ്രീഎംപ്റ്റീവ് ആൻഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. അതിൽ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in this algorithm designed to once a process enters the running state, it is not removed from the processor unit, it has not completed its service time. ഒരു പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റണ്ണിങ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുഴുവൻ വർക്കിങ്ങും കഴിയാതെ അതിനെ പ്രോസസ്സറിൽ നിന്ന് ഒഴിവാക്കില്ല. അതിനാണ് എന്ത് പറയുന്നത്? നോൺ പ്രീഎംപ്റ്റീവ്. ദെൻ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് മുൻഗണനാ അടിസ്ഥാനത്തിലാണ്. ഇതിൽ ഒരു പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ള പ്രോസസ്സ് ഏതാണോ അതാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ മുൻഗണനയുള്ള പ്രോസസ്സ് അത് റെഡി ലിസ്റ്റിൽ വർക്ക് ചെയ്യും. ആദ്യത്തെ മുൻഗണനയുള്ള പ്രോസസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് രണ്ടാമത്തെ പ്രോസസ്സ് വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് നോൺ പ്രീഎംപ്റ്റീവ് ആൻഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ദെൻ അടുത്തത് ഇനി നമ്മൾ പഠിക്കുന്നത് ഷെഡ്യൂളിംഗിന്റെ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ്. അതായത് ഷെഡ്യൂളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, 5 മെത്തേഡുകളാണ്. ഷെഡ്യൂളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന 5 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. There are 5 scheduling strategies or methods. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കിന് എസ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കും. വാട്ട് ആർ ദ ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജീസ്? 10 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ 5 മെത്തേഡുകളാണ് ഷെഡ്യൂളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഫിഫോ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ സ്റ്റാക്കിലും ക്യൂവിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫിഫോ, സ്റ്റാക്ക്, ക്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതില് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. രണ്ടാമത്തത് റൗണ്ട് റോബിൻ, RR. മൂന്നാമത്തത് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്, മുൻഗണനാ ക്രമത്തിലുള്ള ഷെഡ്യൂളിംഗ്. അടുത്തത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, SJF, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ദെൻ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ, MFQ, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ, MFQ. അപ്പൊ ഒന്നുകൂടി പറയാണ്, ഷെഡ്യൂളിംഗിന് ഉപയോഗിക്കുന്ന 5 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. രണ്ടാമത്തത് RR, റൗണ്ട് റോബിൻ. മൂന്നാമത്തത് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്. നാലാമത്തത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, SJF. അഞ്ചാമത്തത് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ, MFQ, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ, MFQ. ഓക്കെ, ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജി, ഷെഡ്യൂളിംഗിന് ഉപയോഗിക്കുന്ന 5 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിഫോ, റൗണ്ട് റോബിൻ, പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ. അതിൽ നമ്മൾ ഒന്നാമത്തതായിട്ട് പഠിക്കുന്നത് ഫിഫോ എന്ന് പറയുന്ന മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഇൻ ആയത് ഫസ്റ്റ് ഔട്ട് ആകും.
ഇത് ഒരു നോൺ പ്രീഎംപ്റ്റീവ് സ്കീമാണ്. ഓക്കെ, നോൺ പ്രീഎംപ്റ്റീവ് സ്കീം. അതില് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫസ്റ്റ് ഇന്ന് ഫസ്റ്റ് ഔട്ട് തന്നെ. ഫസ്റ്റ് ഇന്ന് ഫസ്റ്റ് ഔട്ട് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ആയത് ഫസ്റ്റ് ഔട്ട് ആവും. ഒരു വർക്ക് ആദ്യം കയറി അതിനെല്ലാം ആദ്യം ഔട്ട് ആവുക. ഓക്കെ, അതായത് ഒരു വർക്ക് പ്രോസസറിനകത്തേക്ക് വർക്ക് ചെയ്യാൻ കയറി, അപ്പൊ ഫസ്റ്റ് ഇന്ന് ആ വർക്കിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഔട്ട് ആവും. ദെൻ അടുത്ത വർക്ക് കയറും. അതിനാണ് ഇവിടെ FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഏറ്റവും ആദ്യം വന്ന വർക്ക് ഏതാണോ അത് ആദ്യം വർക്ക് ചെയ്യും, ദെൻ അതിനെ സെർവ് ചെയ്യും, അതിനെ വർക്ക് ചെയ്യിക്കും പ്രൊസസർ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരു നോൺ പ്രീഎംപ്റ്റീവ് സ്കീമാണ്. ഇത് FCFS അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന പേരിലും അറിയപ്പെടുന്നു. ദെൻ അതിൽ പറയുന്നത് ഇറ്റ് അസൈൻസ് പ്രയോറിറ്റി ടു പ്രോസസ് ഇൻ ഓർഡർ വിച്ച് ദേ റിക്വസ്റ്റ് ദ പ്രൊസസർ. ഇത് എന്തുകൊണ്ടാണ് നോൺ പ്രീഎംപ്റ്റീവ് സ്കീം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് FIFO വർക്ക് ചെയ്യുന്നത് മുൻഗണനാ ക്രമത്തിലാണ്. ഫസ്റ്റ് ഇന്നായത് ഇപ്പൊ ഒരു ക്യൂ നിൽക്കുകയാണ്. ഒരു ക്യൂവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്യൂവിൽ വന്ന ആൾക്കാണ് ആദ്യം സർവീസ് കിട്ടുക. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുപോലെ ആദ്യം ഫസ്റ്റ് ഇന്നായത് ഏത് പ്രോസസ് ആണോ ആ പ്രോസസ്സിന്റെ കംപ്ലീറ്റ് വർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അത് ഔട്ട് ആവും. അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് അസൈൻസ് പ്രയോറിറ്റി ടു പ്രോസസസ് ഇൻ ഓർഡർ ഇൻ വിച്ച് ദ റിക്വസ്റ്റ് പ്രോസസർ. മുൻഗണനാ ക്രമത്തിലാണ് ഇത് വരുന്നത്. ഇത് പ്രോസസറിന് മുൻഗണനാ ക്രമത്തിൽ റിക്വസ്റ്റ് എടുക്കും. The process that requests the CPU first, when a process comes in add it ready queue. ഏത് പ്രോസസ് ആണോ CPU-നകത്തേക്ക് ഫസ്റ്റ് റിക്വസ്റ്റ് അയച്ചത് അത് വർക്ക് ചെയ്യും. then അതിന്റെ അടുത്ത പ്രോസസ് അപ്പം എന്ത് ചെയ്യും, റെഡി ക്യൂവില് നിൽക്കും. അടുത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂവില് വെയിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ FIFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIFO ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതൊരു നോൺ പ്രീഎംപ്റ്റീവ് സ്കീമാണ്. ഇത് FCFS അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. FIFOയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻഗണനാ ക്രമത്തിലാണ് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുക. ഏറ്റവും എന്താണ് മുന്തിയ മുൻഗണനയുള്ള പ്രോസസ്സ് ഏതാണ് അത് ആദ്യം പ്രോസസറിനകത്തേക്ക് റിക്വസ്റ്റ് അയക്കും, അത് വർക്ക് ചെയ്യും. ദെൻ രണ്ടാമത്തെ പ്രോസസ്സ്, രണ്ടാമത്തെ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണനയുള്ള പ്രോസസ്സ് റെഡി ക്യൂവില് വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് റോബിൻ ആണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. റൗണ്ട് റോബിൻ. ഓക്കെ, റൗണ്ട് റോബിൻ ഇറ്റ് ഈസ് എ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. അതായത് ഇത് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്, മുൻഗണനാ ക്രമത്തിലല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന. ഇവിടെ റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള മുൻഗണനാ ക്രമവും ഇല്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ഈച്ച് പ്രോസസ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. എല്ലാ പ്രോസസ്സുകൾക്കും തുല്യ പരിഗണനയാണ്. ഓക്കെ, എല്ലാ പ്രോസസ്സുകൾക്കും തുല്യ പരിഗണനയാണ്. സോ ഈച്ച് പ്രോസസ് ഈസ് അസൈൻഡ് എ ടൈം ഇന്റർവെൽ കോൾഡ് ടൈം സ്ലോട്ട്. അതുകൊണ്ട് ഓരോ പ്രോസസ്സുകൾക്കും ഓരോ ടൈം കൊടുക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അഞ്ച് പ്രോസസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സിന് ആദ്യത്തെ 10 മിനിറ്റ് കൊടുത്തു, രണ്ടാമത്തെ പ്രോസസ്സിന് 5 മിനിറ്റ് കൊടുത്തു, മൂന്നാമത്തെ പ്രോസസ്സിന് 12 മിനിറ്റ് കൊടുത്തു. അങ്ങനെ ഓരോ പ്രോസസ്സുകൾക്കും ഇങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യും. അപ്പൊ ആദ്യത്തെ പ്രോസസ്സിന് 10 മിനിറ്റ് കൊടുത്തു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ആ പ്രോസസ്സ് വർക്ക് ചെയ്ത് കഴിയണം. രണ്ടാമത്തെ പ്രോസസ്സ് 5 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അത് വർക്ക് ചെയ്ത് കഴിയണം. മൂന്നാമത്തെ പ്രോസസ്സിന് 12 മിനിറ്റ് കൊടുത്തു വെച്ചാൽ 12 മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്യണം. അതാണ് പറയുന്നത്. സോ ഈച്ച് പ്രോസസ് അസൈൻഡ് ടൈം ഇന്റർവൽ കോൾഡ് ടൈം സ്ലോട്ട് വിത്തിൻ എ വിച്ച് ഇറ്റ് ഈസ് കോൾഡ് അലൗഡ് ടു റൺ. അതനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുക. റണ്ണിംഗ് പ്രോസസ് ഹാവ് ടൈം ഇന്റർവൽ ദെൻ മൂവ് ബാക്ക് ടു ക്യൂ. ഓരോന്നിനും ടൈം ഇന്റർവെൽ ഉണ്ട്. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അതെന്താണ് വീണ്ടും ക്യൂവിലേക്ക് ഇങ്ങനെ വരും. അതാണ് റൗണ്ട് റോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇതൊരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഇതനുസരിച്ച് എല്ലാ പ്രോസസ്സുകൾക്കും തുല്യ പരിഗണനയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ തുല്യ പരിഗണന കൊടുക്കുമ്പോൾ ഓരോ പ്രോസസ്സുകളും വർക്ക് ചെയ്യുന്നത് ഒരു ടൈം സ്ലോട്ടിന്റെ അടിസ്ഥാനത്തിൽ, ടൈം ഇന്റർവെൽ അല്ലെങ്കിൽ ടൈം സ്ലോട്ട്. ഒരു പ്രോസസ്സിന് ഏത് പ്രോസസ്സിനാണോ ആദ്യത്തെ ടൈം വർക്ക് ചെയ്യാൻ കൊടുത്തത് ആ പ്രോസസ്സ് ആ ടൈം കൊടുത്ത് വർക്ക് ചെയ്യും. ദെൻ അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യും. അങ്ങനെ ടൈമിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണോ ടൈം കൊടുത്തിരിക്കുന്നത് ആ ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രോസസ്സുകളും വർക്ക് ചെയ്യുക. ദെൻ അടുത്തത് പ്രയോറിറ്റി ബേസ്ഡ് മുൻഗണന, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് ഇറ്റ് ഈസ് എ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇൻ ദിസ് മെത്തേഡ് റൺ ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ് യൂസ് റൗണ്ട് റോബിൻ മെത്തേഡ്. ഇതില് ഏറ്റവും മുന്തിയ പരിഗണനയുള്ള പ്രോസസ്സ് റൗണ്ട് റോബിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സ്ലോട്ട് ആണ്. ഓക്കെ, run highest priority process first use round robin method. Reinsert process in queue behind all processes of greater or equal priority. Then എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇതിൽ ഉപയോഗിക്കുന്നത് പ്രയോറിറ്റിയാണ്, അതായത് മുൻഗണനാ ക്രമത്തിലാണ്. ഇൻ ദിസ് മെത്തേഡ് റൺ ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ് ഫസ്റ്റ്. ഏറ്റവും മുന്തിയ പരിഗണനയുള്ള പ്രോസസ് ഏതാണ് അത് ആദ്യം റൺ ചെയ്യും. അത് റൗണ്ട് റോബിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. റീഇൻസെർട്ട് പ്രോസസ് ഇൻ ക്യൂ ബിഹൈൻഡ് ഓൾ പ്രോസസ് ഓഫ് ഗ്രേറ്റർ ഓർ ഈക്വൽ പ്രയോറിറ്റി. ദെൻ ആ പ്രോസസ്സ് ചിലപ്പോ നിശ്ചിത സമയം കൊണ്ട് വർക്ക് ചെയ്തില്ല എന്ന് വെക്കുക, അതിനെ വീണ്ടും എന്താണ് ക്യൂവിന്റെ ഏറ്റവും അവസാനത്തിൽ കൊണ്ടുവന്ന് നിർത്തും. മനസ്സിലായോ? അപ്പൊ 5 പ്രോസസ്സുകളാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെക്കുക. 5 പ്രോസസ്സുകൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സാണ് മുന്തിയ പരിഗണന വെച്ചാൽ അത് വർക്ക് ചെയ്തു, അതിന് 10 മിനിറ്റ് ആണ്. പക്ഷെ അത് 10 മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്തില്ല എന്ന് വെക്കുക, അതിനെ പിന്നെ എന്താണ് ഈ ക്യൂവിന്റെ ഏറ്റവും അവസാനത്തിൽ കൊണ്ടുവന്ന് നിർത്തും. ദെൻ ബാക്കി 4 പ്രോസസ്സുകളും വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഇത് 5ാമതായിട്ട് വീണ്ടും വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് റൺ ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ് ഫസ്റ്റ്. യൂസ് റൗണ്ട് റോബിൻ മെത്തേഡ്. Reinsert process in queue behind all process of greater or equal priority. Allow CPU to give an referentially to important process. ഓരോ പ്രോസസ്സുകൾക്കും CPU റഫറൻഷ്യലി ഇമ്പോർട്ടന്റ് കൊടുക്കും. ഓക്കെ, അടുത്ത് പറയുന്നത് SJF അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇത് ഒരു നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. നോൺ പ്രീഎംപ്റ്റീവ് ആണ്. നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. It maintains the ready queue in order to increase job lengths when the job comes in. Insert the ready queue on its length. അതായത് ഓരോന്നിന്റെയും ലെങ്ത്തിനനുസരിച്ചിട്ടാണ്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ സൈസ് ആവും നോക്കാം. ഒരു 3 പ്രോസസ് ഉണ്ട്. ഒന്നാമത്തത് 10 MB, രണ്ടാമത്തത് 5 MB, മൂന്നാമത്തത് 12 MB. അതിൽ ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ MB ഏതാ? രണ്ടാമത്തതുള്ള 5 MB ആണ്. ഇവിടെ പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് എ റെഡി ക്യൂ in order to increasing job lengths when a job comes in. Insert the ready queue based on its length. ഏറ്റവും കുറഞ്ഞ ലെങ്ത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സൈസ് തന്നെ കണക്കാക്കുക. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് തന്നെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഒന്നാമത്തെ പ്രോസസ്സ് 10 MB, രണ്ടാമത്തത് 5 MB, മൂന്നാമത്തത് 12 MB. അപ്പൊ രണ്ടാമത്തെയാണ് ഏറ്റവും കുറഞ്ഞ ലെങ്ത് വരുന്നത്, അത് ആദ്യം വർക്ക് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന്. ഷോർട്ടസ്റ്റ് ആയിട്ട് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്, ഏറ്റവും ചെറിയ സൈസ് അല്ലെങ്കിൽ ലെങ്ത് വരുന്ന പ്രോസസ്സ് ഏതാണോ അത് ആദ്യം പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്യും. ദെൻ രണ്ടാമത്തത് 10 MB ആണ്. അപ്പൊ 10 MB രണ്ടാമത്തെ വർക്ക് ചെയ്യും. മൂന്നാമത്തത് 12 MB, അത് 12 MB മൂന്നാമത്തതായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ആണ് ഇവിടെ പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അല്ലെങ്കിൽ SJF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇത് ഒരു നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഇതനുസരിച്ച് ഓരോ പ്രോസസ്സുകളുടെയും ലെങ്ത് അല്ലെങ്കിൽ സൈസിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ സൈസ് അല്ലെങ്കിൽ ലെങ്ത് ഉള്ളത് ഏത് പ്രോസസ് ആണോ ആ പ്രോസസ്സ് ആദ്യം വർക്ക് ചെയ്യും. ദെൻ അതിനുശേഷം അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യും. വെൻ കറന്റ് പ്രോസസ് ഇസ് ഡൺ, പിക്ക് ദ വൺ അറ്റ് ദി ഹെഡ് ഓഫ് ദി ക്യൂ ആൻഡ് റൺ. ഒരു നിലവിലുള്ള പ്രോസസ്സ് വർക്ക് ചെയ്യാണ്. 5 MB ഉള്ള പ്രോസസ്സ് വർക്ക് ചെയ്തു. ആ പ്രോസസ്സിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെന്താണ് റെഡി ക്യൂയിലേക്ക് മാറ്റും. അടുത്തത് 10 MB ആണ്. ആ 10 MB പ്രോസസ്സ് പ്രോസസ്സറിനകത്ത് വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് SJF. ഏറ്റവും കുറഞ്ഞ ജോബിലുള്ളത് ഏതാണ് അത് ആദ്യം വർക്ക് ചെയ്യും. ദെൻ അടുത്തത് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ആണ്, MFQ അല്ലെങ്കിൽ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ. ഇറ്റ് ഈസ് എ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് മെത്തേഡാണ്. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. അതിൽ പറയുന്നത് ഇൻ ദിസ് മെത്തേഡ് സെവറൽ ക്യൂസ് അറേഞ്ച്ഡ് ഇൻ സം പ്രയോറിറ്റി ഓർഡർ. കുറെ ക്യൂസ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ക്യൂകൾ ഉണ്ടാക്കുക, ഓരോന്നിനും എന്ത് കൊടുക്കുക? മുൻഗണനാ ക്രമം കൊടുക്കുക. ഈച്ച് ക്യൂ കുഡ് ഹാവ് എ ഡിഫറെന്റ് ഷെഡ്യൂളിംഗ് മെത്തേഡ് ആൻഡ് ടൈം മെത്തേഡ്. ഓരോ ക്യൂവിലും വിവിധ ഷെഡ്യൂളിംഗ് മെത്തേഡ്. അത് ചിലപ്പോൾ റൗണ്ട് റോബിൻ ആവാം, പ്രയോറിറ്റി ആവാം, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആവാം, ഫിഫോ ആവാം, ഏതെങ്കിലും മെത്തേഡ്. ഇപ്പൊ ഒരു 5 ക്യൂ ഉണ്ട് എന്ന് വെക്കുക. 5 ക്യൂവില് ഒന്നാമത്തേല് ഫിഫോ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, രണ്ടാമത്തത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മൂന്നാമത്തത് റൗണ്ട് റോബിൻ അനുസരിച്ചിട്ടാണ്, നാലാമത്തത് വേറെ എന്താണ് ഇപ്പൊ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് വെക്കുക. അതാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇൻ ദിസ് മെത്തേഡ് സെവറൽ ക്യൂസ് അറേഞ്ച്ഡ് ഇൻ സം പ്രയോറിറ്റി ഓർഡർ. കുറെ ക്യൂസ് മുൻഗണനാ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. ഈച്ച് ക്യൂ കുഡ് ഹാവ് എ ഡിഫറെന്റ് ഷെഡ്യൂളിംഗ് മെത്തേഡ്, ടൈം മെത്തേഡ്. ഓരോ ക്യൂവിലും വ്യത്യസ്തമായിട്ടുള്ള ഷെഡ്യൂളിംഗ് മെത്തേഡും ടൈം മെത്തേഡും അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്.
എല്ലാ വർഷവും 4 മാർക്കിനും 10 മാർക്കിനും ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഷുവറാണ്. അപ്പൊ അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഷെഡ്യൂളിംഗ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഷെഡ്യൂളിംഗ് എന്ന്? ദെൻ എക്സ്പ്ലെയിൻ പ്രിഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. എന്താണ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, എന്താണ് നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് ചോദിക്കാറുണ്ട്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജീസ്, അതായത് ഫിഫോ, റൗണ്ട് റോബിന്, പ്രയോറിറ്റി ബേസ്ഡ്, SJF അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ദെൻ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക്. ഈ 5 എഴുതണം. ഓക്കെ, ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എഴുതണം. ദെൻ ഈ 1 വേർഡ് എല്ലാ വർഷവും ഇമ്പോർട്ടന്റ് 1 വേർഡ് ആയിട്ട് ചോദിക്കും. ഫിഫോ സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദെൻ വാട്ട് ആർ ദ ഗോൾസ് ഫോർ ഷെഡ്യൂളിംഗ്, എന്താണ് ഷെഡ്യൂളിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. ഷെഡ്യൂളിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഷെഡ്യൂളിംഗിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എത്ര 6 ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് നമുക്ക് ഷെഡ്യൂളിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മൾ ഷെഡ്യൂളിംഗിന്റെ തിയറി ഷീറ്റും കാര്യങ്ങളൊക്കെ എഴുതുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്യാം. നോട്ട്സ് കാര്യങ്ങളൊന്നും തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.